അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിങ്ങളുടെ വീടിനെയും നീ ഇരിക്കുന്ന ഇടങ്ങളെയും നീ വർക്ക് ചെയ്യുന്ന ഇടങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീയുമായി ബന്ധപ്പെട്ട് നീ നിൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളെ, അത് ഫയലാകാം, പേപ്പറാകാം, വേറെ എന്ത് സംഭവമായ അത് കയ്യിലെടുത്തുകൊണ്ട് ആശീർവാദം മേടിക്കും. മക്കളെ, കർത്താവെ, കന്നുകാലി വളർത്തി ജീവിക്കുന്നവരുണ്ട്, കടകമ്പോളം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, ബ്യൂട്ടി പാർലർ നടത്തി ജീവിക്കുന്നവരുണ്ട്, ഓരോരോ ചെറിയ ബിസിനസ് നടത്തിയിട്ട് ബേക്കറി നടത്തി ജീവിക്കുന്നവരുണ്ട്, ചെറുകിട വ്യവസായങ്ങൾ. കർത്താവെ, അവരുടെ ജീവിക്കാനുള്ള മാർഗം പോലും അല്ലെങ്കിൽ കിട്ടാത്ത അവസ്ഥയിൽ സങ്കടപ്പെട്ട് കണ്ണീരോടെ കട തുറക്കുകയും കണ്ണീരോടെ പൂട്ടുകയും ചെയ്യുന്നവരുണ്ട്. ഈശോയെ, അവരെ ഞാൻ അങ്ങയുടെ ദിവസം ഏൽപ്പിക്കുന്നു. അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലേ ദൈവമേ? അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം, ഒരു സ്ഥലം, ഒരു സംരംഭം അവർ കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധമ്മ കനാര കല്യാണത്തിൽ ചെന്നിട്ട് അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധമ്മ, അധികാരമുള്ള അമ്മ, നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ജീവിക്കാൻ, നിനക്ക് മക്കൾക്ക് ജീവിക്കാൻ പുതിയൊരു ഇടം നൽകുകയും ചെയ്യട്ടെ. കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ തന്നെ വാക്ക് തർക്കങ്ങളിൽപ്പെട്ടിരിക്കുന്നവരെ,
അതുപോലെ ഭീഷണിക്കപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ അതിർത്തി തർക്കങ്ങളുള്ളവരെ, അതുപോലെ കേസ് കടലിൽ അനുകൂലമായി വിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ പരീക്ഷയുടെ റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവരെ, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അനുകൂലമായ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, അവരെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, വിവാഹത്തിൻ്റെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള പരക്കമ്പാച നടത്തുന്നവരെ, വീട് സ്ഥലമില്ലാത്തവരെ, സ്ഥലമെങ്കിലും കിട്ടാൻ വേണ്ടി, വീടെങ്കിലും കിട്ടാൻ വേണ്ടി അലഞ്ഞു നടക്കുന്നവരെ, അവരുടെ ഉദ്യമങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. പവർ ആൻഡ് ഗ്രേസ്. ഇപ്പം ഇന്ന് ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു ഭർത്താവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഒരു ഭർത്താവിന് ഈ ബ്ലോക്ക് നല്ല ഒരു 80% ബ്ലോക്കാണ്. അപ്പം വൈഫിനോട് അയാൾ ആശുപത്രി വെച്ച് ചോദിക്കുകയാണ്, എടോ ഞാൻ ഓപ്പറേഷൻ കൊണ്ട് ഈ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടുമോ? അപ്പോൾ വൈഫ് പറയുന്നൊരു ഉത്തരവുണ്ട്, ഞാൻ ദൈവമായിട്ടൊരു ഉടമ്പടിയിലാണ്, അത് സത്യസന്ധമാണ്. സത്യസന്ധമാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന്. എന്താ ഈ മനുഷ്യന്മാരൊക്കെ ഇപ്പം ഇങ്ങനെ ഉടമ്പടി ജീവിക്കണേ. അതുപോലെ ഹസ്ബൻഡിൻ്റെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്രൊസീജിയറോ ഒന്നുമല്ല, ഞാനും ദൈവമായിട്ടൊരു ബന്ധമാണ്. അപ്പോൾ ആ വ്യക്തിക്ക് എന്തുമാത്രം ബോധ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയേ. ആപത്തോ വാളോ ഒന്നും അവരുടെ ഉള്ളിലുള്ള ബോധ്യങ്ങളിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും എടുത്ത് കളയപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ അപ്പോസ്തല കാലഘട്ടം മാത്രമല്ല, ഇക്കാലവും മനുഷ്യൻ ജീവിക്കേണ്ട സുവിശേഷമാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ സാധ്യതകളെ കണ്ടറിഞ്ഞുകൊണ്ട് നല്ല പൊരുതുന്ന പടയാളിയായി ജീവിതത്തെ അഭിമുഖീകരിച്ച് ഓരോ ദിവസവും നിനക്ക് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇപ്പം ഒരു ഉത്തരവേ ഉള്ളൂ. ഇനി എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ. എന്താ കാരണം? എൻ്റെ കാരണം ദൈവം നമ്മളെ ഓരോ ദിവസവും പുതിയ സ്നേഹത്തിലാണ് സ്നേഹിക്കണത്. ബൈബിളിലൊക്കെയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഈ മദർ വേർഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു നിരീക്ഷണത്തിലുള്ളതാണ്. എന്നുവെച്ചാൽ ബ്രീഡിങ് വേർഡ്. ഒരു വേർഡ് ഇങ്ങനെ ഓരോരോ കാലത്തും ഓരോ ശിശുക്കളെ പറ്റിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അതിന് പുതിയ പുതിയ അർത്ഥങ്ങളും പുതിയ പുതിയ കമ്മ്യൂണിക്കേഷൻസും വരും ദൈവമായിട്ടുള്ള. 3:22-23 കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇത് സംഭവിച്ചല്ലേ, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അതായത് അത് ഒന്നിനു വായിച്ചത് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അതിനാണ് പ്രാധാന്യം. അതാ പ്രശ്നത്തില് സൂര്യനും അസ്തമയമുണ്ട്. വൃദ്ധിക്ക് ക്ഷയമുണ്ടാവും. അഭിവൃദ്ധിയില്ലേ, അഭിവൃദ്ധിക്കൊരു ക്ഷയം ഉണ്ടാവില്ല. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നാണ്. അത് നമ്മൾ എന്തുമാത്രം മനസ്സിലാക്കി 2000 കൊല്ലം ആയിട്ട്, 2000 അല്ല, സങ്കീർത്തനം എഴുതിയിട്ട് 3000 കൊല്ലമായിട്ടുണ്ട്. ഇന്ന് വരെ ധ്യാനിച്ചാൽ തീരാത്തിട്ട ഒരു വാക്കാണ്. കാര്യം കർത്താവിൻ്റെ സ്നേഹത്തിന് ഉദയം മാത്രമേ ഉള്ളൂ. ഒരിക്കലും അസ്തമിക്കണില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഉദയം മാത്രമേ ഉള്ളൂ. പുതിയ പുതിയ ദൈവസ്നേഹമാണ്. പുതിയ പുതിയ ദൈവസ്നേഹത്തിലാണ് ദൈവം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്താണ്? എന്തിനാണ് ഒരു ദിവസം? ഞാൻ ഇന്നലെ പറഞ്ഞില്ല നിങ്ങളോട്, എന്തിനാണ് ഒരു ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പ്രത്യേകമായ വിധത്തിൽ സ്നേഹിക്കാൻ വേണ്ടി.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള 2015 മുതൽ ലക്ഷക്കണക്കിന് മക്കളാണ് നാളിതുവരെ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ളത്. ഒപ്പം തന്നെ ഓൺലൈനായി മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഒപ്പം തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വഴി തങ്ങളുടെ നിരവധിയായ നൊമ്പരങ്ങൾ ഓരോ ദിവസവും മരിയൻ സന്നിധാനത്തിൽ ഇറക്കി വയ്ക്കുന്ന മക്കളുണ്ട്. ഓരോരുത്തരുടെയും വിവിധങ്ങളായ ജീവിത വിഷയങ്ങളെ ഈ സമയം ഞങ്ങൾ ഈ ആരാധനയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ ദൈവമാതാവേ, ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി നീ മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ സമയബന്ധിതമായി ഞങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന ഓരോ ജീവിത ദുരിതങ്ങളിലും ഇടപെട്ടുകൊണ്ട് ആ മക്കളെ ഓരോരുത്തരെയും സാക്ഷികളാക്കി ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആ മക്കളെ എത്രയും വേഗം നിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഈ ആരാധനാ മണിക്കൂറിൽ ഏറെ പ്രത്യേകമായിട്ട് നിന്റെ സ്വാന്തനം ആവശ്യമായിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടികളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങൾ, ജോലിയില്ലാതെ മാസങ്ങളോളം വിഷമിക്കുന്ന സഹോദരങ്ങൾ, രോഗം എന്താണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങൾ, ലഹരി വസ്തുക്കൾ അടിപ്പെട്ടുകൊണ്ട് കുടുംബം തകർന്നിരിക്കുന്ന വ്യക്തികൾ, പ്രണയക്കെണികളിൽ അകപ്പെട്ടു പോയിട്ടുള്ള യുവതി യുവാക്കള്, പരിശുദ്ധമേ ദൈവമാതാവേ, അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിപ്പോൾ പലവിധ ദുരന്ത അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ, നാളിതുവരെ കൃപാസന അൾത്താരയിൽ പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നിന്റെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് ഈ ആരാധനാ സമയം ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഏറെ പ്രത്യേകമായിട്ട് നിന്റെ ദൈവിക ഇടപെടൽ ഞങ്ങൾക്കിപ്പോൾ ആവശ്യമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും എത്രയും വേഗം ഈ അൾത്താരയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പറയാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലൂടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ എടുത്തിട്ടുള്ള ഉടമ്പടിയിൽ വന്നു പോയിട്ടുള്ള പോരായ്മകളെ ഞങ്ങൾ ഓർത്ത് ഞങ്ങളിപ്പോൾ അത് പരിഹരിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. ഈശോയെ, പലപ്പോഴും കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിലും ഞങ്ങൾ തന്നെ ഇറങ്ങി ഈശോയെ നിന്നെ അറിയിക്കുവാനുള്ള പ്രേക്ഷിത പത്രം വിതരണം ചെയ്യാനുമൊക്കെ ഞങ്ങൾ മടി കാണിച്ചു പോയിട്ടുണ്ട്. ഈശോയെ, ഞങ്ങൾക്ക് ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ, നിന്നെ മഹത്വപ്പെടുത്തി നിന്റെ പ്രവർത്തികൾ ചെയ്യാനുള്ളൂ എന്നുള്ള വലിയ ആന്തരിക ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഓരോ നിമിഷവും
ഈശോയെ, നിന്നെ മഹത്വപ്പെടുത്തി ജീവിച്ചുകൊണ്ട് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. പ്രാർത്ഥനാ നിയോഗം നമ്മുടെ അഖണ്ഡ ജപമാല റാലിയാണ്. ബഹുമാനയുടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരുപാട് പേര് വരുന്നത്. ഈ റാലി അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഇതിന് ശേഷം എത്രയോ പേരാണ് ഒരു തീരുമാനമെടുക്കുവാനും ജീവിതത്തിൽ വലിയ വലിയ ഗൗരവകരമായ എല്ലാ കാര്യങ്ങൾക്കും അവർ വെച്ചിരിക്കുന്ന വലിയൊരു സാധ്യതയും അനുതാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങൾ എത്രയോ സാക്ഷ്യങ്ങളിലാണ് ഈ ജപമാല റാലി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. മക്കൾ വിളിച്ചാൽ വരില്ല, വിശ്വാസം ഉണ്ടാവാൻ വേണ്ടി വരുന്ന അമ്മമാരുടെ എല്ലാ നിയോഗവും അവരുടേതായിരിക്കത്തില്ല നമുക്ക് ഉറപ്പാണ്. കാരണം പലരും ജപമാല റാലിക്ക് വരുന്ന മക്കൾക്ക് വേണ്ടിയാണ്, മറ്റുള്ളവരുടെ നിയോഗത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഇവിടെ എത്തിച്ചേരുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരു പക്ഷേ ജപമാല റാലിയിലോട് വരാൻ താല്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധം മൂലം എത്തിച്ചേരുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇവരെ സഹായിക്കുവാനായിട്ട് കൊണ്ടെത്തുവാനായിട്ട് എത്തുന്ന വാഹന സൗകര്യം നൽകുവാനായിട്ട് മാത്രം വരുന്നവരുണ്ട്. കൂടെ സഹായിക്കാൻ എത്തിച്ചേരുന്നവരുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്ന എല്ലാവർക്കും എമാവുസിൽ കർത്താവ് കൂടെ പോയ വലിയ അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടവരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നടത്തിപ്പ് ഇവിടെ നിന്നുള്ള ഓരോ നിമിഷവും കർത്താവ് അനുഗ്രഹം ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്. നടക്കുന്ന ഓരോ വ്യക്തികൾക്ക് ശാരീരികവും മാനസികമായും ദൈവം കൂടെയുണ്ടെന്ന് അമ്മയുടെ സാന്നിധ്യം സുഗന്ധാഭിഷേകമായും കൂടെ നടക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണം പോലും സംഭവിക്കത്തക്ക വിധ അനുഗ്രഹത്തോടും അനുഭവത്തോടെ നാനാജാതി മതസ്ഥർ ദൈവത്തിൻ്റെ മക്കളായി ഒരുമിച്ച് ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ച് വിശ്വാസം പ്രയോഗിച്ച് മനസ്സിലും ആഴത്തിൽ ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നിമിഷങ്ങളൊക്കെയും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാകാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഉടമ്പടി ഒരു ജീവിതയാത്രയാണ്. ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് ഉടമ്പടി പഠിപ്പിക്കുന്ന ഈ ജീവിതയാത്രയിൽ കർത്താവ് ഇടയനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിക്കുന്നു. ഒപ്പം അഭിമന്യ പിതാക്കന്മാരെ സമർപ്പിക്കുന്നു. അവിടെ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ അർപ്പിക്കപ്പെടുമ്പോഴും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോഴും എല്ലാം അനേകർക്ക് ദൈവാനുഭവം നൽകപ്പെടുന്ന അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗായക ശുശ്രൂഷ ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. അണിയറയിൽ പ്രവർത്തിക്കുന്ന കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തിക്കുന്നു. ഇതേ സമയം തന്നെ ലോകമെമ്പാടും നടക്കുന്ന കൃപാസനത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള അനേകം ജപമാല റാലികളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. സഭയുടെ ശാക്തീകരണത്തിനും വിശുദ്ധീകരണത്തിനും ലോകങ്ങളുടെ ധാരണയ്ക്കും നമ്മുടെ വ്യക്തിപരമായി ഉടമ്പടി എടുത്തുപോയ എല്ലാ നിയോഗങ്ങളുടെ മേലും അമ്മയൊരു തീരുമാനമെടുക്കുവാൻ, അമ്മ സാന്നിധ്യം അറിയിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മുടെ ഇടയനാണ്, അവൻ നമ്മളെ നടത്തും. അങ്ങനെ വലിയൊരു അനുഭവം, കർത്താവ് നയിക്കപ്പെടുന്ന അനുഭവം പ്രദാനം ചെയ്യുന്ന, ജീവിതത്തിൽ എന്നും നമ്മുടെ ആസ്തിയിലേക്ക് ചേർത്ത് വെക്കാൻ, ജീവിതത്തിൽ എന്ത് പ്രാർത്ഥിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പുണ്യാളൻ്റെ നടയിലേക്ക് നടന്ന ജപമാല അതെൻ്റെ ജീവിതത്തിൽ എന്നും വലിയൊരു അനുഭവമായിട്ട് മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഇടയനാണ് എന്നുള്ള ഈരടികളെ ഏറ്റുപാടി കർത്താവ് എന്നെ നയിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും അവിടെ ചെന്നെത്തുമ്പോൾ അവിടെ നമ്മളെ സഹായിക്കുന്ന അർത്തുങ്കൽ ബസിലിക്കയിലെ പുരോഹിതരെയും ശുശ്രൂഷകരെയും സമർപ്പിതരെയും അങ്ങനെ അറിഞ്ഞും തെളിഞ്ഞും ഞങ്ങളെ സഹായിക്കുന്ന ഓരോരുത്തർക്കും അമ്മ മാതാവ് വലിയ കൃപയുടെ കൂടാരം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവേ അങ്ങ് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഇടയൻ എന്ന ഈരടികൾ ഇപ്പോൾ ഏറ്റുപാടാം. എന്റെ ഇടയൻ എന്നെ നടത്തും, എന്റെ ഉള്ളം കലങ്ങുകില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ മനോഹരമായ 2 പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ 2 പ്രാർത്ഥനകളുണ്ട്.
വളരെ മനോഹരമായ പ്രാർത്ഥന. ഭർത്താവും ഭാര്യയും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടും നോൺ ക്രിസ്ത്യൻസാണ്. നിഷ ആലുവ അവരുടെ ഹസ്ബൻഡുമാണ്. അവരുടെ എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ്. അതിൻ്റെ ഉള്ളടക്കം ഭയങ്കര പോഷിതമായിട്ടുള്ളതാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഒന്ന്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹസ്ബൻഡിന് വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ല. അതാണ് സംഭവം. അങ്ങനെയൊക്കെ ഒന്നിലും വിശ്വാസമില്ല. വൈഫിന് വിശ്വാസമുണ്ട്. അപ്പോൾ ഒരു ദിവസം അപ്പന് അസുഖം വന്നപ്പോൾ വൈഫ്, അവർ നേഴ്സാണ്, പ്രൊഫഷണൽ നേഴ്സാണ്, ഹസ്ബൻഡിനോട് പറഞ്ഞു, അപ്പൻ്റെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ 84 വയസ്സുള്ള പ്രായമുള്ള ആളാണ്, രോഗിയാണ്. ഭയങ്കര ഈ സോറിയാസിസ് പോലെ മുതുക് മുഴുവനും ഇങ്ങനെ പഴുത്ത് അഴുകുകയാണ്. അപ്പോൾ എല്ലാവരും ബന്ധുക്കളൊക്കെ വന്ന് കണ്ടിട്ട് പറയണത് അപ്പം പെട്ടെന്ന് പോകുമെന്നാണ് പറയണത്. എല്ലാവരും അങ്ങനെയാണ് പറയണത്, അപ്പം പെട്ടെന്ന് പോകും. അപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ വിളിച്ച് പറയും, എടി ഇനി മണിക്കൂറുകളേ ഉള്ളൂ, അപ്പം പെട്ടെന്ന് പോകും എന്നാണ് എല്ലാവരും പറയണമെന്ന് പറയും. അപ്പം നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടണില്ല, പല പ്രശ്നം. വൈഫ് നിഷ പെട്ടെന്ന് പറയണത്, നിങ്ങൾ ആ ഉടമ്പടി തൈലം എടുത്ത് അപ്പൻ്റെ മുതുകിൽ പെരട്ടാൻ പറയും. അപ്പം നേരത്തെ ഇതുപോലെ പറയുമ്പോൾ വൈഫ് പറയുമ്പോൾ ഈ ഹസ്ബൻഡ് പറയും, നീ ഒരു നേഴ്സല്ലേ, നീ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്. ഇത് നിൻ്റെ പ്രൊഫഷനിൽ നീ സയൻറ്റിഫിക്കായിട്ട് ഹീലിംഗ് പഠിച്ചിട്ടുള്ള ആളാണ്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കണം നീ. അപ്പോൾ അദ്ദേഹം അവരുടെ വർത്തമാനത്തെ തടയും. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇപ്പോൾ ഈ അപ്പൻ്റെ വിഷയത്തിൽ മരുന്നിനൊന്നും ചെയ്യാനില്ല, അതാണ് വിഷയം. നമുക്കറിയാമല്ലോ, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. നിങ്ങൾ എത്ര അടുപ്പമുള്ളവരായാലും നമ്മളുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഇപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി, ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളെല്ലാവരും ഒരു ഓപ്ഷൻ ഇല്ലാത്ത, ഇനിയൊരു തിരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്ത, തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ഷനല്ലേ, നമ്മുടെ ജീവിതത്തിന് ഒരു പോകും വഴിക്ക് വേറൊരു മാർഗമില്ലാതെ വരുന്നൊരവസ്ഥ എല്ലാവരുടെ മുമ്പിലും. നമ്മളിത് അത് വരും എന്ന് ഉറപ്പാണ്. അത് എപ്പോൾ വരുമെന്ന് നമുക്കറിയത്തില്ല. എത്ര വലിയ മനുഷ്യരായാലും എത്ര കപ്പാസിറ്റി ഉള്ളവരായാലും ഒരു ഹവർ നമുക്ക് എല്ലാം നിസ്സഹായമായ ഒരവസ്ഥ. അപ്പൻ്റെ അവസ്ഥ ഇതാണ്. പണ്ട് നീ ഒരു നേഴ്സല്ലേ എന്ന് ചോദിച്ച ഹസ്ബൻഡ് ഇപ്പോൾ ചോദിക്കണില്ല. അയാൾ ആ വിശ്വാസ പ്രമാണം നോക്കിയിട്ട് അത് നോക്കി ചെല്ലി അപ്പൻ്റെ മുതുകത്തി ഉടമ്പടി തൈലം പുരട്ടിക്കൊടുക്കും. അപ്പോൾ പിറ്റേ ദിവസം അങ്ങനെ ഒരു സംഭവം ആ മുതുകത്തില്ലാത്ത രീതിയിൽ അപ്പൻ പരിശുദ്ധ അമ്മ ഹീലാക്കി കൊടുക്കും. അപ്പോഴേ അദ്ദേഹം അപ്പോൾ വിശ്വാസത്തിൽ വരും. വിഷയം അതല്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ രീതിയാണ്. പിന്നീട് പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ് അപ്പം കിടന്ന് ആൾക്കാർ പൊക്കി കോരിയെടുത്താൽ മാത്രമേ അപ്പനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കട്ടിൽ കിടത്താൻ പറ്റത്തുള്ളൂ. ആ അപ്പൻ നടന്ന് ആംബുലൻസിൽ കയറി. പക്ഷേ ഡോക്ടർ പറഞ്ഞ് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു. ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണ് ഒരു കഷണം. അത് ഉള്ളിലാണ്, അത് ഇത് രോഗമല്ല, മാതാവ് സുഖപ്പെടുത്തിയ രോഗമല്ല, വേറെ രോഗം അപ്പനുണ്ട്. അത് ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതോടുകൂടി ഈ മനുഷ്യൻ വിറച്ചുപോയി. ഈ മനുഷ്യൻ നേരെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് വെച്ച്, നിങ്ങൾക്കറിയാമല്ലോ കുറേ പേര് അങ്ങനെ കുറേ മനുഷ്യരുണ്ട്, രാവിലെ ഇങ്ങോട്ട് വരും, മാതാവിനെ നോക്കിക്കൊണ്ട് മണിക്കൂറോളം നിൽക്കും. അപ്പോൾ ഈ മനുഷ്യൻ ഇവിടെ വന്നിച്ചും മാതാവിനോട് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതാണ് എൻ്റെ പോയിൻ്റ്. മനുഷ്യൻ, അമ്മേ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാൻ നേരത്താണ് ഇപ്പം അപ്പന് ഈ രോഗം വന്നത്. അപ്പം ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മ ഇത് സുഖപ്പെടുത്തിയേ മതിയാവത്തുള്ളെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാർക്കശ്യം പോലെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഈ സമയത്ത് മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. അതായത് അപ്പോൾ കുറച്ച് ടോൺ മാറി. എന്താണ്, അവരെല്ലാം ഒരുക്കി പോകാൻ നേരത്താണ് അപ്പന് ക്യാൻസർ ആണെന്ന് പറയണത്.
അപ്പോൾ ആ മനുഷ്യൻ നേരെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. എന്താണ് പറയണത്? ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ആ ഒരു കണ്ടൻറ്റ് വയസ്സ് കണ്ട എന്താണ് പറഞ്ഞത്? അയാൾ എന്താ പറഞ്ഞത്? മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. നമ്മൾക്ക് ഇത്രയും ഇൻറ്റിമേറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയണം. ഇതൊരു ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി ഉള്ളവർക്ക്, അമിതമായ വിശ്വാസമുള്ളവർക്ക് വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. വല്ലതും പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇനി ഇദ്ദേഹത്തിൻ്റെ വൈഫ് നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയണത്, ഇവൾക്ക് സൗദി നേഴ്സാണ്. സൗദിയിൽ നിന്ന് ട്രാൻസ്ഫറായി വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആൾ സ്വയം ടെർമിനേറ്റ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ വിസ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര സ്ലോയാണ്. പല തരത്തിലുള്ള ഓരോ ഏടാകൂടങ്ങൾ വരികയാണ്. പക്ഷേ എന്നിട്ടും മാതാവ് ഈ നിഷയുടെ ഉടമ്പടി ഹോണർ ചെയ്തിട്ട് ഇവളെ പറയും, നിഷ പറയുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ, എനിക്ക് മനസ്സിലാവണില്ല, ആരോ എൻ്റെ കൂടെ നിന്ന് ഓരോ ഫയലും നീക്കണ പോലെ എനിക്ക് തോന്നണുണ്ടെന്ന്. അതിപ്പോൾ ഈ നിഷയുടെ മാത്രം ഹസ്ബൻഡല്ല, എക്സ്പീരിയൻസ് അല്ല. ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ആൾക്കാർ ഇത് പറയുന്നുണ്ട്, ആരോ എൻ്റെ കൂടെ ഉണ്ട്. ഉടമ്പടി എടുത്തപ്പോൾ തോന്നി ആരോ എൻ്റെ കൂടെയുണ്ട്. പ്രസൻസാണത്. ഈ പ്രസൻസ് സെൻസ് ചെയ്യുന്ന ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിശുദ്ധിയോടെ ജീവിക്കണം. ചുമ്മാ ഞാൻ പറയണ പോലെ പോലും കേരളസ് വർത്തമാനങ്ങൾ പറയരുത്. ഞാനിങ്ങനെ കേരളസ് വർത്തമാനങ്ങൾ പറയുമല്ല, ചില സമയത്ത് നാടൻ വർത്തമാനങ്ങൾ പറയത്തില്ലേ. അപ്പോൾ അത് എൻ്റെ മനസ്സ് ഈശോയ്ക്ക് അറിയാവുന്ന കാരണം എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ നാടൻ വർത്തമാനം കയറി പറയരുത്. കാര്യം നിങ്ങളത് പറയാത്ത ആൾക്കാരാണ്. എന്നുവെച്ചാൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പോ അതല്ലെങ്കിൽ വൈരാഗ്യമോ ഈർച്ചയോ നിരാശമോ അല്ലെങ്കിൽ നിരാശയോ ഒന്നും ഉണ്ടാകരുത്. എനിക്കതൊന്നും ഇല്ലാതെയാണ് ഞാൻ അത് പറയണത്. ആ നെഗറ്റീവ് ഫീലിങ്സ് ഇല്ലാതെയാണ് അത് അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ വിശുദ്ധി പാലിക്കുന്നതിൻ്റെ കാരണങ്ങളൊന്ന് ഈ പ്രസൻസാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ. അത് പ്രോമിസിലുള്ളതല്ലേ. ആ പ്രോമിസ് ദൈവം പാലിക്കും. അപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രസൻസ് ഉള്ളത് കാരണം കെയർലെസ് ആയിട്ട് പോകരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. അതാണ് നിഷ പറയണത്. എൻ്റെ ഓരോ ഫയലും കൂട്ടുകാർക്ക് ആർക്കും വരണില്ല. കൂട്ടുകാരുടെ ആരുടെ ഫയൽ ഇപ്പം തന്നെ നിഷ കഴിഞ്ഞ ദിവസം വേറെ ഒരു സാക്ഷ്യമുണ്ട്. ഒരു 22 വയസ്സുകാരൻ, എന്നാ അയാളുടെ പേര്, 22 വയസ്സേ ആ പയ്യൻസിനുള്ളത്. പക്ഷേ നല്ല ഒരു സാക്ഷ്യമാണ്. അത് 22 വയസ്സെന്ന് പറയുമ്പോൾ അവന് ജർമ്മനി പോകാനാണ്. അതായത് ജർമ്മനി പോകാൻ വേണ്ടി ആദർശിൻ്റെ സാക്ഷ്യം അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. 22 വയസ്സേ പയ്യൻസിനുള്ളൂ, പക്ഷേ സൂപ്പർ സാക്ഷ്യം. അവൻ പറഞ്ഞു, ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും പങ്കെടുക്കത്തില്ല, പള്ളിയിലൊന്നും പോകത്തില്ല, പോയാൽ തന്നെ അവസാനമേ കുർബാനയെല്ലാം തീരാൻ നേരത്തെ ചെല്ലത്തുള്ളൂ. നീ കുർബാനയെല്ലാം നേരെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കത്തില്ല. കുടുംബ പ്രാർത്ഥന സമയമാകുമ്പോൾ ഞാൻ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിച്ചൊക്കെ ഇരിക്കും. എന്നിട്ട് കുർബാന ഭക്ഷണ സമയത്ത് വരത്തുള്ളൂ. അങ്ങനെ എൻ്റെ ഒരു കെയർലെസ് ലൈഫായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ആരോ എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്ന്. അതാണ് ഇത് പ്രസൻസാണ്. ആരോ എൻ്റെ കൂടെ ഉള്ളത്. എന്നിട്ട് ഈ കൂട്ടുകാരുടെ എല്ലാം ഫയൽസൊന്നും ഓപ്പൺ ആകാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് ബ്ലോക്കാകുമ്പോഴും ഇവൻ്റെ പ്രൊസീഡിങ്സ് കറക്റ്റ് ചെയ്ത് പോകും. എക്സാമിന് ചെല്ലുമ്പോൾ രസമുണ്ട്. എക്സാം ചെല്ലുമ്പോൾ ഈ ജർമ്മൻ എക്സാമാണ്. ജർമ്മൻ എക്സാം പകുതി പറഞ്ഞപ്പോൾ തന്നെ വൈവ സ്പീക്കിങ്ങിൻ്റെ പകുതി പറഞ്ഞപ്പോൾ തന്നെ എക്സാം ചെയ്യുന്ന ആൾ പറഞ്ഞ് എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്താ കാര്യം, നിനക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എഴുതി വെച്ചാൽ അയാൾ നോക്കണമില്ല. അതായത് എഴുതിയ ആളിൻ്റെ എൻ്റെ അടുത്തിരുന്ന് എഴുതിയ ആളിൻ്റെ കണ്ടീഷനുമാണ് ഓരോ ഇൻഡാസോനതേ. എൻ്റെ അടുത്തിരുന്ന് എഴുതിയ ആളിൻ്റെ കണ്ടീഷനുമായത് കാരണം അവൻ്റെ അടുത്തിരുന്ന ഞാൻ എഴുതിയത്. അതുകൊണ്ട് എൻ്റെ പേപ്പറിനും നോക്കിയില്ല, വൈറസ് കയറുമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ പേപ്പർ നോക്കിയില്ല. അപ്പോൾ ഞാനിവിടുത്തെ എൻ്റെ വൈവയും പോയി, എൻ്റെ റൈറ്റിങ്ങും പോയി. ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ്. പക്ഷേ രാത്രിയായപ്പോൾ മെസ്സേജ് വന്നു, നീ പാസ്സായെന്ന്. നമ്മളെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇവിടെ പോണത്. അപ്പോൾ ഈ 22 വയസ്സുകാരൻ, പള്ളി കയറാത്തവൻ, കുടുംബപ്രാർത്ഥനയ്ക്ക് ഇറങ്ങിപ്പോകുന്നവൻ, എങ്ങനെയാണ് ദൈവം അവൻ്റെ ഒരു വിഷയത്തിൽ ഇടപെടണത്. എന്നിട്ട് ഇപ്പോൾ അവൻ പറയാണ്, ഞാൻ എൻ്റെ ഉടമ്പടിയല്ല എൻ്റെ ജീവിത പ്രശ്നമല്ല ഏറ്റവും വലുത് ഉടമ്പടി എന്നെ ദൈവത്തോട് അടുപ്പിച്ചെന്നാണ് പറയണം.
ഉടമ്പടി എന്നെ ദൈവത്തോട് അടുപ്പിച്ചു. ഞാൻ എന്താ ഇപ്പം നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചുകൂടി ദൈവത്തോട് അടുക്കണം. കാര്യം ഉടമ്പടിയുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിത പ്രശ്നമാണെങ്കിൽ അത് പ്രശ്നത്തെ ബേസ് ചെയ്താണ് ഉടമ്പടിയിൽ നിങ്ങൾ ചരിക്കണമെങ്കിൽ അത് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു നിർദ്ദേശം, ഒരു പ്രശ്നമില്ലാത്തപ്പോൾ മനുഷ്യനെ ഉടമ്പടി എടുക്കുമെന്നാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? ഇത് വളരെ സീരിയസ് വിഷയമാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ പിന്നെ ഇതിനെ ഉടമ്പടി എടുക്കണേ എന്ന് ചോദിക്കൂ. പ്രശ്നമുള്ളവരൊക്കെ പോയി എടുക്ക്, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന് പറയും. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാത്തവരാണ് ഉടമ്പടി എടുക്കേണ്ടത് ആദ്യം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പം നിഷ എന്താണ് അമ്മയോട് പറയണത്? അമ്മേ, നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അമ്മേ, എന്നെ നീ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ്, ഐ നോ ഇറ്റ്. ഇപ്പം ഞാൻ തകർന്നിരിക്കുകയാണ്, എൻ്റെ റിജക്റ്റാകാൻ പോകുന്നു, പണവും എൻ്റെ കയ്യിലില്ല, എന്നെ അവിടെ എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ്. ഓ, എന്നാ രസമുള്ള പ്രാർത്ഥനയാണ്. എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് നീയാണ്, പക്ഷെ ഞാനിപ്പോൾ ഫ്ലോപ്പിലാണ്. ഇനി എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണെങ്കിൽ എന്നെ എത്തേണ്ടത് എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധം ഉണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ കൃപയാകണമേ. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോട് കൈയടിച്ചുകൊണ്ട്, ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയെ